ഹായ്. സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം ബിനു അടിമാലിയുമായുടെ കേസ്. അദ്ദേഹം ചതിക്കുകയായിരുന്നു. എല്ലാവരും ചതിച്ചു. പ്രേക്ഷകരെയും ആസ്വാദകരെയും സുഹൃത്തുക്കളെയും ആരെയൊക്കെ ചതിക്കാവോ അവരെയൊക്കെ ചതിച്ചു. ശരിക്കും അതൊരു ശരിയായ നടപടിയല്ല അദ്ദേഹം കാണിച്ചത്. ജിനേഷ് എന്ന പരാതിക്കാരൻ്റെയും സ്റ്റാർ മാജിക് പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ അനൂപിൻ്റെയും ഒരു ഫോൺ കോൾ റെക്കോർഡ് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയണമെങ്കിൽ ശ്രീകണ്ഠ സാറിന് പെർമിഷൻ വേണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാർ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓഫീസിലല്ലേ പഠിക്കണേ. അപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ എടുത്താൽ നമുക്ക് ഷാർപ്പായിട്ട് പറയാം എങ്ങനെ സംഭവിച്ചു എന്ന് പറയാലോ. അല്ല ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയണം. ശ്രീകണ്ഠ സാറ് എവിടെയാണല്ലോ സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ്. എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെന്താണ് നിന്റെ ഒരു നിലപാട് എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ അതിന് സംസാരിക്കാം. നിനക്കിപ്പോ നിന്റെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ സാധനം വിടുവോ നീ? ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ആളെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. ഈ ആരോപണങ്ങൾ എന്റെ പിന്നാലെ ഇതിനെ പറ്റി ഉണ്ടാവാനും പാടില്ല. പിന്നെ ഞാനത് ന്യായമായ കാര്യമാണ് നീ പറയണത്. ശരിയാണ്. ലീഗലായിട്ട് പോകാനുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നേ. അപ്പൊ ചേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നോട്ട് ഞാൻ അതിന് ശേഷം സംസാരിച്ചിട്ടില്ല. അന്ന് അവിടുന്ന് പോയതിനു ശേഷം അല്ല എനിക്ക് ഇതിപ്പോ ഞാൻ മാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തില്ല. എനിക്ക് ഇപ്പൊ ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്ത് വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താണ് ഞാനത് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ സംഭവമൊക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു. അല്ല എനിക്കറിയാതെ കാര്യങ്ങളൊക്കെ ജിനേഷ്. അപ്പൊ അങ്ങനെ ഇതില് എനിക്കും ഇതുണ്ട്, വിഷമമുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പാടാത്ത കാര്യങ്ങൾ നടന്നവിടെ. ഉള്ളിയൊരു ഹൈപ്പർ ടെൻഷൻ കാരണം കയറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വകുപ്പ് അത്. ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാളെ രണ്ടുപേരും ഇവിടുന്ന് പറഞ്ഞു വെച്ചോ, അയാൾ വന്ന് അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മതിച്ചേട്ടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ. അപ്പൊ അവരെന്നെ വിളിച്ച് ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു. നീ ഇപ്പൊ ഇപ്പൊ പോലീസ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും. അത് നമുക്കറിയാം. ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ടേ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ബിനു അടിമാലി തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ബിനു അടിമാലി നിങ്ങൾ ചെയ്തത് ഏറ്റവും ശുദ്ധമായ പോക്രിത്തരമാണ്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ ആരോടെ ചെയ്തത്, എന്തിനാ ചെയ്തത്? സുഖമില്ലാത്തൊരു മകളൊക്കെ വിളിച്ച് സത്യം ചെയ്തിട്ട് നിങ്ങൾ പൊതുസമൂഹത്തിന് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായി നിങ്ങൾക്ക് അത് കാര്യങ്ങൾ പറയാൻ പാടില്ലേ? നിങ്ങളെ വിശ്വസിച്ചവരെയും സ്നേഹിക്കുകയും ചെയ്തവരെ നിങ്ങൾ എന്തിനാണ് ചതിക്കുന്നത്? ഞാൻ വരെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത്രയും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മളെയൊക്കെ ശരിക്കും പൊട്ടനാക്കുകയല്ലായിരുന്നോ? നിങ്ങൾ ശരിക്കും എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾ ജിനേഷിനെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് അരി മേടിക്കുന്ന ആളെന്നുകൊണ്ട് ക്യാമറയൊക്കെ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങൾ ആവശ്യമില്ലാത്ത നുണയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന് അങ്ങനെ വിചാരിച്ചാൽ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. നിങ്ങൾ ചെയ്തത് ശരിക്കും ശുദ്ധമായ പോക്രിത്തരം തന്നെയാണ്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അരി മേടിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കിയത്? സുഖമില്ലാത്തൊരു മകളൊക്കെ വിളിച്ച് സത്യം ചെയ്തിട്ട്. അത് ശരിയായ നടപടിയല്ല. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ല, ദോഷമേ ചെയ്യത്തുള്ളൂ. നോക്കിക്കോ, പുറകെ വരും പണി. നിങ്ങൾ ഏറ്റവും നല്ലത് നല്ലൊരു കോംപ്രമൈസ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊരു എന്താ പറയുക, രണ്ടുപേർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. ക്യാമറയാണെങ്കിൽ ക്യാമറ, ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, അത് കൊടുത്ത് നിങ്ങൾ സെറ്റിൽ ചെയ്യുക. കൂടുതൽ ഇത് വലിച്ചു നീട്ടി നിങ്ങൾ രണ്ടുപേരും കരിയർ നശിപ്പിച്ച് കളയരുത്. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.